ഇപ്പോൾ ഞാൻ നേരത്തെ അർജുൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ കാണിയിരുന്നു. നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആളാകുമല്ലോ. സ്വാഭാവികമായിട്ടും അർജുൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് അർജുനിപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടാണ് നമ്മുടെ ജോലീൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോയാലാണ് കണ്ണാടിക്കലില്ലാതായത്. അതുവരെ ഞങ്ങളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ചുള്ള ആളുകളായിരുന്നു. സുഹൃത്ത് എന്നുള്ള നിലക്കും ഞങ്ങളൊരു ക്ലബ്ബിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. സംഘടനാപരമായിട്ട് രാഷ്ട്രീയ സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ക്ലബിൻ്റെ ഒരു സജീവ യൂണിറ്റ് സെക്രട്ടറി ആണല്ലേ? അതെ, ക്ലബിൻ്റെ ഭാരവാഹിയാണ്. ക്ലബിൻ്റെ ഭാരവാഹിയായിട്ട് ഒരു 2 കൊല്ലത്തോളം 3 കൊല്ലം ക്ലബിലുണ്ടായിരുന്നു. 1 കൊല്ലം ക്ലബിൻ്റെ ഉപഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചു. ലോറി പോകാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് സജീവമല്ലാതിരുന്നു. അതെ, ലോറി പോകാൻ തുടങ്ങിയാൽ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ വരിക. ഞാൻ വീട്ടിൽ വന്നാൽ തന്നെ ചിലപ്പോൾ വരുന്ന ദിവസം രാത്രി ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അനിയൻ വന്ന് കൂട്ടും, വീട്ടിൽ പോകും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചിലപ്പോൾ ഇപ്പം വന്നെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. രാവിലെ നേരത്തെ 5 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ പോയിട്ടുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്ര ഒരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ വലിയൊരു ജോലി യുവാവായിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാലും അത് അത്രയും 100% അതിൽ എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പോൾ ഇവൻ്റെ ജോലീൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നാട്ടിൽ അല്ലാതെ നമ്മളെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനം ഏൽപ്പിച്ച് കഴിഞ്ഞാലും ആ രീതിയിൽ യാത്രയിലൊക്കെ നേരത്തെ ആസിഫ് പറഞ്ഞിട്ടുണ്ട്. യാത്രയിലൊക്കെ അർജുൻ നിരന്തരം രാത്രിയൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഈ പൊതുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അർജുന് വണ്ടി പോകുന്ന സമയത്ത് ഈ ഉറക്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അധിക സമയവും ഒന്നരാടം വെച്ചിട്ട് എന്നെ വിളിക്കണം. ഞങ്ങളിവിടെ കുറച്ച് ആളുകളുണ്ട്, അവൻ്റെ അടുത്ത കമ്പനിക്കാരുണ്ട്. ആ ആളുകളൊക്കെ 1 മണിക്കൂറോളം ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ടാണ് വാഹനം ഓടിക്കുക. അപ്പോഴൊക്കെ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ സംസാരത്തിൽ വരും. എല്ലാ കാര്യവും സംസാരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്തും ഈ വാർത്തകൾ നല്ലോണം കേൾക്കുന്ന ആളാണ്. അപ്പോൾ വാർത്ത ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഇവന് എല്ലാ വാർത്തകളും നമ്മൾ ഓരോ ദിവസവും വരുന്ന വാർത്തകളെ പറ്റി നമ്മളെക്കാട്ടും നാട്ടിലുള്ള ആളുകൾക്കാളും നല്ല ഒരു ധാരണ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഓരോന്ന് വിളിച്ചിട്ട് എന്നെ മാത്രമല്ല കേട്ടോ, നമ്മളിവിടെയുള്ള പല ആളുകളെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇങ്ങനെ അവൻ്റെ അടുത്ത ആളുകളെ സ്ഥിരമായിട്ട് വിളിച്ചിട്ടാണ് വാഹനം ഓടിക്കുക.